നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് +2 ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു ജോബ് വേക്കൻസിയെക്കുറിച്ചാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് CBSEയുടെ ഓഫീസുകളിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്ത്യയിലൊട്ടാകെ വേക്കൻസീസ് ഉണ്ട്. കേരളത്തിലെ CBSE ഓഫീസിലും ഇതിൻ്റെ വേക്കൻസീസ് വരുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാതെ അപേക്ഷിക്കാൻ വേണ്ടി +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ടോട്ടൽ പോസ്റ്റ് വന്നിരിക്കുന്നത് സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. 142 വേക്കൻസിയാണ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത്. അതിൽ UR വേക്കൻസി 59, EWS 14, OBC 38, ST 10, SC 21. അങ്ങനെ ടോട്ടൽ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട്. 6 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 142. അതിൻ്റെ സാലറി വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് സാലറി ആയിരിക്കും വരിക. CBSE എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് സാലറി ആയിരിക്കും. പേ ലെവൽ 6 വരുന്നത്. പേ ലെവൽ 6 എന്ന് പറയുന്നത് ബേസിക് പേ 35,000 രൂപയാണ്. ഏകദേശം സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ 60,000 സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. OBC നോൺ ക്രിമിനലിന് 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇത് പേ ലെവൽ 2 വരുന്നത്. സാലറി സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും 35,000 സാലറി കിട്ടുന്നതായിരിക്കും. ടോട്ടൽ വേക്കൻസി 70 UR 5 വേക്കൻസി, EWS 13, OBC 34, ST 9, SC 9. ഇതിന് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സാണ്. OBC നോൺ ക്രിമിനലിന് 30 വയസ്സ്, SC STക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് 2 വേക്കൻസി ഉണ്ട്. എക്സ് സർവീസ്മെനും 7 വേക്കൻസിയാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CBSEയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരി 1 മുതൽ 31 ജനുവരി 2025 വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റിൽ വുമൺ കാൻഡിഡേറ്റ്സിനും ഒരു റിലാക്സേഷൻ ഉണ്ട്. 10 വർഷം വരെ വുമൺ കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇതിൽ പറഞ്ഞ ഏജിനെക്കാട്ടും വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ സൂപ്രണ്ട് വേക്കൻസിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 37 വയസ്സ് വരെയുള്ളവർക്ക് വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ SC STക്കും OBCക്കും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനൊക്കെ അവരുടേതായ വയസ്സിലവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് നോക്കുന്ന ഡേറ്റ് വരുന്ന 31 ജനുവരി 2025 വെച്ചായിരിക്കും ഏജ് നോക്കുക. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്രണ്ട് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ്. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും BSc BA BCom ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും BBA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. ഡിഗ്രി പാസ്സായ എല്ലാവർക്കും അപേക്ഷിക്കാം. കൂടാതെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വിൻഡോസ്, ഇൻ്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടയർ 1 എക്സാമിനേഷൻ ഉണ്ടാകും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും. പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷൻ ആയിരിക്കും. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ടയർ 2 സൂപ്രണ്ട് പോസ്റ്റിന്. കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് അവർ നോക്കുന്നതായിരിക്കും. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡും ഉണ്ടാവേണ്ടതാണ്. അതൊരു ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിൽ പാസ്സായാൽ മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവർ നടത്തുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മതി. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 12th പാസ്സാണ്. +2 പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിനും 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാം. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ഫസ്റ്റ് ടയർ 1 MCQ ബേസ്ഡ് പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷനും കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. എക്സാമിനേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് OBC EWS കാൻഡിഡേറ്റ്സിന് 800 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനും PWD കാൻഡിഡേറ്റ്സിനും ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്കാണ് 800 രൂപ. അതായത് മെയിൽ, ജനറൽ, OBC EWS കാൻഡിഡേറ്റ്സിനാണ് 800 രൂപ അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. പിന്നെ സൂപ്രണ്ടിൻ്റെ ടയർ 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒബ്ജക്റ്റീവിൽ ഏതൊക്കെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, മെൻ്റൽ എബിലിറ്റി, ഇൻ്റലിജൻസ്, അതുപോലെ മാത്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഹിന്ദിയും വരുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ജനറൽ ഹിന്ദി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 15 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ജനറൽ ഇംഗ്ലീഷും 15 ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയുടെ ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ആണ് 450 മാർക്കിന്. അതിനുശേഷം ടയർ 2 ഒബ്ജക്റ്റീവ് ടൈപ്പ് അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷനും ഉണ്ടാകുന്നതായിരിക്കും. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജനറൽ നോളേജ്, റീസണിങ് എബിലിറ്റി, ജനറൽ ഹിന്ദി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, അവയർനെസ് അബൌട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ, എക്സാമിനേഷൻ ബോർഡ് ഒക്കെ തുടങ്ങി 100 ക്വസ്റ്റ്യൻസ് ആണ്. 300 മാർക്കിൻ്റെ 2 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഹിന്ദി ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതായിരിക്കും.
ലെവൽ ടയർ 1 +2 ലെവലായിരിക്കും, ടയർ 2 ഒരു ഗ്രാജുവേഷൻ ലെവലായിരിക്കും. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ട്രിവാൻഡ്രമാണ്. ടയർ 1 എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ ട്രിവാൻഡ്രം മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കർണാടകത്തിൽ ബാംഗ്ലൂർ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. തമിഴ്നാട് ചെന്നൈയാണ് എക്സാമിനേഷൻ സെൻറ്റർ. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ജനുവരി 1 മുതലാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൈറ്റും CBSEയുടെ സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ജോബ് അന്വേഷിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.